ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ച് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. ഏത് അതെന്താന്ന് നമുക്ക് പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന്. നമ്മളിപ്പോ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കുക. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും. അതിലൊരു ആശങ്കയും വേണ്ട. ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ്. മാത്രമല്ല ഇതിൽ പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നുണ്ട്. അതിൽ മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല. ചെയ്ത ഞാനും അല്ല, അതിന്റെ അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. ഈ അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരമൊരു നിലപാടിന്റെ ഭാഗമാണ്. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി. നമുക്കത് അവസാനിപ്പിക്കാം. ആര്? ഞാനല്ലേ? ഞാൻ മുന്നേ ADGPനെ മാറ്റി നിർത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ അതെ അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ആരെങ്കിലും ഒരാൾ അതെ അല്ലേ അല്ല, കണ്ടതല്ല പ്രശ്നം. എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണില്ല, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? ഇതിലെനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിങ്ങൾ സോറി, നിങ്ങൾ ആർക്കും ഒരാൾ പറ. അറിയുന്നില്ല, ആരാണെന്ന് അറിയുന്നില്ല. കണ്ടിട്ട് സ്ഥലത്ത് മാറി. പക്ഷെ ADGPയുടെ ചുമതലയുള്ള MR അങ്ങോട്ട് പോയി കാണുന്നതിനാണ് RSS മേധാവി.